അടപ്രഥമൻ ഉണ്ടാക്കാനുള്ള അട എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് കുറച്ച് ഉണക്കലരി കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ നന്നായിട്ട് കഴുകിയിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നൈസായിട്ടൊന്ന് അരച്ചെടുക്കണം. അധികം വെള്ളമില്ലാതെ വേണം അരച്ചെടുക്കാൻ. ഇനി അതിനെ വാഴയിലയിലേക്ക് ഒരല്പം എണ്ണ തൂത്തിട്ട് സ്പൂൺ കൊണ്ട് ഓരോ സ്പൂൺ വീതം കോരി ഒഴിക്കുക. വളരെ നൈസായിട്ട് പരത്തണം. കട്ടി ഉണ്ടാകാൻ പാടില്ല. കട്ടി കൂടിയ അട ഇങ്ങ് ഭയങ്കര കട്ടിയായിപ്പോവും. കനം കുറച്ച് പരത്തിയിട്ട് ഇങ്ങനെ ചുരുട്ടിയെടുക്കുക. ഓരോ ഇലയും ഇങ്ങനെ കുറേശ്ശെ മാവ് കോരി ഒഴിച്ച് നന്നായിട്ട് പരത്തിയിട്ട് ചുരുട്ടിയെടുക്കുക. അങ്ങനെ മുഴുവൻ മാവും ഇലയിൽ കോരി ഒഴിച്ച് ചുരുട്ടി വയ്ക്കുക. ഇനി ഇതിനെ നമുക്കൊന്ന് കെട്ടിയെടുക്കണം. വെള്ളത്തിലിട്ട് വേവിക്കാനുള്ളതാണ്, അതുകൊണ്ടാണ് കെട്ടിയെടുക്കുന്നത്. ഒരു വാഴനാര് കൊണ്ട് നന്നായിട്ട് കെട്ടിയെടുക്കുക. ഇനി എല്ലാ ചുരുട്ടും നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ഇടുക. വെള്ളം വെട്ടി തിളയ്ക്കുന്ന സമയത്ത് വേണം ഇട്ട് കൊടുക്കാൻ. എന്നിട്ടതൊരു 5 മിനിറ്റ് വയ്ക്കുമ്പോഴേക്കും നന്നായിട്ട് വെന്ത് കിട്ടും. അതിനെ ഓരോന്നും തിളച്ച വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. തണുത്ത വെള്ളത്തിൽ ഒരു 2-3 മിനിറ്റ് കിടന്ന് കഴിയുമ്പോഴേക്കും നമുക്കിങ്ങനെ ആ കെട്ടെല്ലാം പൊട്ടിച്ച് കളഞ്ഞിട്ട് വാഴയിലയിൽ നിന്ന് ആ അട വേർതിരിച്ചെടുക്കാം. അപ്പം ഞാൻ ആ ഇലയിൽ എണ്ണ തൂക്കാൻ മറന്നുപോയതുകൊണ്ടാണ് വിട്ട് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ട്. ഒരല്പം എണ്ണ തൂത്താൽ പെട്ടെന്ന് വിട്ട് വരും. ഇനി അതിനെ നമുക്ക് ഒരു അരിപ്പയിലേക്ക് അരിച്ചു മാറ്റാം. അങ്ങനെ നമ്മുടെ പായസത്തിനുള്ള അട റെഡിയായി കഴിഞ്ഞു.